കേരള നിയമസഭയിൽ പലയിടങ്ങളിലും അപ്രതീക്ഷിത വിജയങ്ങളും പരാജയങ്ങളും നേരിട്ടതോടെ പലരുടെയും രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടഞ്ഞു. ഇക്കൂട്ടത്തിൽ LDF-ലെയും UDF-ലെയും നേതാക്കളുണ്ട്. ഇതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ബേപ്പൂരിൽ നിന്ന് മത്സരിച്ച PV അൻവറും എലത്തൂരിലെ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രനുമാണ്. പിണറായിസത്തെയും മരുമോനിസത്തെയും വെല്ലുവിളിച്ചാണ് സേഫ് സോണിൽ നിന്ന് PV അൻവർ LDF വിട്ടത്. UDF കൂടെ ചേർക്കാതായതോടെ പിന്നീട് മാറി മാറി നിരവധി രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചു. ഒന്നിലും ഉറച്ചു നിന്നില്ല. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ UDF-ന്റെ പിന്തുണയിൽ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയുമായി. ഫലപ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമല്ലെന്നും പ്രഖ്യാപിച്ചു. ബേപ്പൂരിൽ പരാജയവും രുചിച്ചു. ഇതോടെ എവിടെയും എത്താത്ത അവസ്ഥയായി. ഇനി എന്തെന്ന ചോദ്യമാണ് PV അൻവറിന്റെ മുന്നിൽ. നാഴികക്ക് 40 വട്ടം വാക്കുമാറ്റി പറയുന്നതിനാൽ UDF-ഉം കൂടെ കൂട്ടില്ല. മന്ത്രി കൂടിയായിരുന്ന AK ശശീന്ദ്രന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ആരോഗ്യസ്ഥിതി മോശമായിട്ടും NCP നേതൃത്വത്തിൽ നിന്നും എതിർപ്പുണ്ടായിട്ടും എലത്തൂരിൽ നിന്നും വീണ്ടും ജനവിധി തേടുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യത്തിൽ ഉണ്ടായിരുന്നില്ല. എലത്തൂർ മണ്ഡലം രൂപീകരിച്ചതു മുതൽ ഇടതിനൊപ്പം സഞ്ചരിച്ച LDF-ന്റെ ഉരുക്കുകോട്ടയായിരുന്നു ഇത്. ഏത് കോട്ടകൾ തകർന്നാലും കോഴിക്കോട് ജില്ലയിൽ ഉറച്ച വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന എലത്തൂരും കൈവിട്ടതോടെ വനം മന്ത്രി കൂടിയായിരുന്ന AK ശശീന്ദ്രന്റെ ഭാവിയും ഇരുളടഞ്ഞു. NCP നേതൃത്വം നേരത്തെ തന്നെ കൈവിട്ടിരുന്നു. NCPക്ക് ആദ്യമായാണ് കോഴിക്കോട് ജില്ലയിൽ MLA ഇല്ലാതാകുന്നത്. 2021 38,502 എന്ന കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം AK ശശീന്ദ്രൻ നേടിയിരുന്നു. ഇത്തവണ പരാജയപ്പെട്ടതോടെ ശശീന്ദ്രന് ഇനി വനവാസം മാത്രമാണ് രക്ഷ. ശിവദാസ് കന്മനം, ജനം, കോഴിക്കോട്.